നമ്മുടെ സൂര്യന്റെ അന്തരീക്ഷത്തിൽ നടക്കുന്ന വിചിത്രമായ ഒരു പ്രതിഭാസത്തിന് ശരിയായ വിശദീകരണം കണ്ടെത്താൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാധാരണ ചൂടുള്ള ഒരു വസ്തുവിൽ നിന്നും അകന്നു പോകും തോറും ചൂട് കുറയല്ലേ ചെയ്യുക. എന്നാൽ സൂര്യന്റെ അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. സൂര്യന്റെ സർഫസ് ടെമ്പറേച്ചർ ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ആ സർഫസിൽ നിന്നും ഏകദേശം 10,000 കിലോമീറ്റർ ദൂരത്തേക്ക് മാറി സൂര്യന്റെ അന്തരീക്ഷത്തിന്റെ കാര്യം നോക്കിയാൽ അവിടുത്തെ താപനില ഏകദേശം 20 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ഭാഗത്തെയാണ് സൂര്യന്റെ കൊറോണ എന്ന് വിളിക്കുന്നത്. കണക്കനുസരിച്ച് നോക്കിയാൽ 5500 ഡിഗ്രി ചൂടുള്ള സൂര്യന്റെ സർഫസിൽ നിന്നും 20 ലക്ഷം ഡിഗ്രി ചൂടുള്ള കൊറോണയിലേക്ക് ചൂട് ഒഴുകില്ല. പിന്നെ കൊറോണ എങ്ങനെ ഇത്രയും ചൂട് പിടിക്കുന്നു എന്നത് ഇന്നും നമുക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. അത് കണ്ടെത്തലാണ് പാർക്കർ പ്രോബ് എന്ന പേടകത്തിന്റെ ഒരു പ്രധാന ദൗത്യം. പാർക്കർ പ്രോബ് സൂര്യനെ തൊട്ടു എന്ന് പറയുമ്പോൾ പലരും പറയും സൂര്യന്റെ സർഫസിലൊന്നും പോയി തൊട്ടില്ലല്ലോ എന്ന്. എന്നാൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭൂമിക്കുള്ളത് പോലെയുള്ള ഒരു ഹാർഡ് സർഫസ് സൂര്യനില്ല. നമ്മൾ സൂര്യന്റെ സർഫസ് ആയിട്ട് കാണുന്നത് സൂര്യനിൽ നിന്നും പ്രകാശം പുറപ്പെടുന്ന ഫോട്ടോസ്ഫിയർ ആണ്. അതിൻ്റെ ഡെൻസിറ്റി നമ്മുടെ അന്തരീക്ഷ വായുവിനേക്കാൾ കുറവാണ്. അതുകൊണ്ട് സൂര്യന്റെ സർഫസിന് തൊടാൻ ഒരു സ്പേസ് ക്രാഫ്റ്റിനും കഴിയില്ല. സത്യത്തിൽ സൂര്യന്റെ സർഫസിനേക്കാൾ ചൂട് കൂടുതലുള്ള 20 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള കൊറോണയിലൂടെയാണ് പാർക്കർ പ്രോബ് കടന്നുപോയത്. അപ്പോൾ സ്വാഭാവികമായും തോന്നുന്ന ഒരു സംശയമാണ്, അത്രയും ഉയർന്ന താപനില താങ്ങാവുന്ന ഒരു പദാർത്ഥവും ഭൂമിയിലില്ലല്ലോ, അപ്പോൾ പിന്നെ ഈ പാർക്കർ പ്രോബ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഏറ്റവും വേഗതയിൽ സഞ്ചരിച്ച മനുഷ്യനിർമ്മിത വാഹനം, സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയ വാഹനം എന്നിങ്ങനെ ഒരുപാട് റെക്കോർഡുകളുള്ള പാർക്കർ പ്രോബിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൂര്യനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് അറിയാം. സൂര്യനിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജനും പിന്നെ ഹീലിയവുമാണ്. സൂര്യന്റെ മാസിന്റെ 73% ഹൈഡ്രജനും 25% ഹീലിയവുമാണ്. ബാക്കിയുള്ള മൂലകങ്ങളൊക്കെ ചേർന്നാൽ വെറും 2% വരൂ. സൂര്യന്റെ ഊർജ്ജ സ്രോതസ് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. 4 ഹൈഡ്രജൻ ന്യൂക്ലിയസ് ചേർന്ന് ഒരു ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രക്രിയ വഴിയാണ് സൂര്യനിൽ ഊർജ്ജം ഉണ്ടാകുന്നത്. ഓരോ സെക്കൻഡിലും 62 കോടി ടൺ ഹൈഡ്രജൻ 61.5 കോടി ടൺ ഹീലിയമായി മാറുമ്പോൾ കുറവ് വരുന്ന 43 ടൺ മാസാണ് ഊർജ്ജമായിട്ട് സൂര്യനിൽ നിന്നും പുറത്തു വരുന്നത്. ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് സൂര്യന്റെ കോറിൽ മാത്രമാണ്. കാരണം അവിടെ മാത്രമേ ഫ്യൂഷൻ നടക്കാൻ വേണ്ട പ്രഷറും ചൂടും ഉള്ളൂ. സൂര്യന്റെ ഡയമീറ്റർ 14 ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ സൂര്യന്റെ കോറിന്റെ ഡയമീറ്റർ വെറും 3.5 ലക്ഷം കിലോമീറ്റർ ആണ്. അതായത് കഷ്ടി 25%. സൂര്യന്റെ കോറിൽ ഉണ്ടാകുന്ന ഊർജം ആദ്യം റേഡിയേറ്റീവ് സോണിലൂടെയും പിന്നെ കൺവെക്റ്റീവ് സോണിലൂടെയും കടന്നാണ് സൂര്യന്റെ സർഫസ് വരെ എത്തുന്നത്. സൂര്യന്റെ കോറിലെ ചൂട് ഏകദേശം 1.5 കോടി ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടെ നിന്നും പുറപ്പെടുന്ന ഊർജം റേഡിയേറ്റീവ് സോണിലൂടെ കടന്ന് കൺവെക്റ്റീവ് സോണിന്റെ സ്റ്റാർട്ടിംഗ് ആകുമ്പോഴേക്കും താപനില 20 ലക്ഷം ഡിഗ്രി ആയി കുറഞ്ഞിട്ടുണ്ടാവും. ആ ഊർജം പിന്നെ കൺവെക്റ്റീവ് സോണിലൂടെ കടന്ന് സൂര്യന്റെ സർഫസിലെത്തുമ്പോൾ സൂര്യന്റെ സർഫസിലെ ചൂട് 5500 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ടാവും. അതായത് സൂര്യന്റെ കോറിൽ നിന്നും അകന്നു പോകും തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഇതിനെയാണ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ കാണാം, ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് നിന്നും ടെമ്പറേച്ചർ കുറവുള്ള സ്ഥലത്തേക്കാണ് ചൂട് ഒഴുകുന്നത്. സൂര്യന്റെ സർഫസിൽ എത്തിക്കഴിയുമ്പോൾ ആ ഊർജം പ്രകാശത്തിന്റെ രൂപത്തിൽ റേഡിയേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. ചുട്ടുപഴുത്ത വസ്തുക്കളിൽ നിന്നും വരുന്ന ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ രൂപത്തിലാണ് സൂര്യനിൽ നിന്നും പ്രകാശം പുറത്തു വരുന്നത്. അതായത് 5500 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലേക്ക് ചൂടാക്കിയാൽ ഏതൊരു വസ്തുവിൽ നിന്നും സ്വാഭാവികമായിട്ട് പുറത്തു വരുന്ന ചൂട് മൂലമുള്ള പ്രകാശം തന്നെയാണ് സൂര്യന്റെ സർഫസിൽ നിന്നും പുറത്തു വരുന്നത്. സൂര്യന്റെ പ്രകാശം പുറത്തു വരുന്ന ഈ ഏരിയയെ ഫോട്ടോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ സൂര്യനെ നോക്കുമ്പോൾ സൂര്യന്റെ സർഫസ് ആയിട്ട് കാണുന്നത് ഈ ഫോട്ടോസ്ഫിയർ ആണ്. സൂര്യനിൽ പ്രധാനമായും ഉള്ളത് ഹൈഡ്രജൻ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. നോർമൽ കണ്ടീഷൻസിൽ ഹൈഡ്രജൻ ഒരു വാതകമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ സൂര്യനിലെ താപനില വളരെ കൂടുതലായതുകൊണ്ട് പദാർത്ഥത്തിന്റെ സോളിഡ് ലിക്വിഡ് ഗ്യാസ് അഥവാ ഖര ദ്രാവക വാതക രൂപങ്ങൾ സൂര്യനിൽ ഉണ്ടാവില്ല. ഹൈഡ്രജൻ പ്ലാസ്മ എന്ന രൂപത്തിലാണ് സൂര്യനിലുള്ളത്. അതുകൊണ്ട് തന്നെ സൂര്യന് ഭൂമിക്കുള്ളത് പോലെയുള്ള ഒരു സോളിഡ് സർഫസ് ഇല്ല. സൂര്യന്റെ സർഫസ് ആയിട്ട് നമ്മൾ കാണുന്ന ഈ ഫോട്ടോസ്ഫിയറിലെ പദാർത്ഥത്തിന്റെ ഡെൻസിറ്റി നമ്മുടെ അന്തരീക്ഷ വായുവിനേക്കാൾ 1000 മടങ്ങ് കുറവാണ്.
അതായത് ഭൂമിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ഉയരത്തിലേക്ക് ചെന്നാൽ അവിടുത്തെ അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത വളരെ കുറവായിരിക്കും എന്ന് നമുക്കറിയാം. ഏകദേശം അത്രയ്ക്ക് ഡെൻസിറ്റിയെ സൂര്യൻ്റെ സർഫസ് എന്ന് നമ്മൾ കരുതുന്ന ഫോട്ടോസ്ഫിയറിലെ പദാർത്ഥത്തിനുള്ളൂ. ഭൂമിയുടെ സർഫസിലുള്ള അന്തരീക്ഷ വായുവിൻ്റെ അത്രയ്ക്ക് ഡെൻസിറ്റി വരണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഫോട്ടോസ്ഫിയറിൽ നിന്നും ഏകദേശം 5000 കിലോമീറ്റർ സൂര്യൻ്റെ ഉള്ളിലേക്ക് പോകണം. അതുകൊണ്ടാണ് സൂര്യന് വ്യക്തമായൊരു സർഫസ് ഇല്ല എന്ന് പറയാൻ കാരണം. ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന പ്രശ്നം ആരംഭിക്കുന്നത് ഇവിടെ ഒന്നുമല്ല. സൂര്യൻ്റെ ഫോട്ടോസ്ഫിയറിൻ്റെ പുറത്തുള്ള ഏരിയയാണ് സൂര്യൻ്റെ അന്തരീക്ഷമായിട്ട് കണക്കാക്കുന്നത്. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ക്രോമോസ്ഫിയർ, പിന്നെ കൊറോണ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോട്ടോസ്ഫിയറിന് ഏകദേശം 500 കിലോമീറ്റർ തിക്നെസ് ഉണ്ട്. അതിന് പുറത്തായിട്ട് ഏകദേശം 2000 മുതൽ 6000 കിലോമീറ്റർ വരെ തിക്നെസ് ഉള്ള ഏരിയയാണ് ക്രോമോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഫോട്ടോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ 5500 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഈ ക്രോമോസ്ഫിയറിൻ്റെ ഔട്ടർ എഡ്ജ് എത്തുമ്പോൾ ടെമ്പറേച്ചർ 20000 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർന്നിട്ടുണ്ടാവും. അതായത് ഫോട്ടോസ്ഫിയറിൽ നിന്നും അകലും തോറും പിന്നെ ടെമ്പറേച്ചർ കുറയല്ല, മറിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു പ്രശ്നം രൂക്ഷമാവുന്നത് ഈ പറയുന്ന 6000 കിലോമീറ്റർ തിക്നെസ് കഴിയുമ്പോഴാണ്. 6000 മുതൽ 10000 കിലോമീറ്റർ വരെയുള്ള ഏരിയയാണ് ട്രാൻസിഷൻ സോൺ. ഈ ഒരു ഏരിയ കടക്കുമ്പോഴേക്കും ടെമ്പറേച്ചർ 20000 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 20 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ജമ്പ് ചെയ്യും. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കൊറോണ ആരംഭിക്കുന്നത്. അതായത് സൂര്യൻ്റെ സർഫസായ ഫോട്ടോസ്ഫിയറിൽ നിന്നും 10000 കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് കൊറോണ ആരംഭിക്കുന്നത്. എന്നാൽ ഈ കൊറോണയ്ക്ക് വ്യക്തമായ ഒരു എൻഡിങ് പോയിന്റ് ഇല്ല. സൂര്യനിൽ നിന്നും 20 മുതൽ 30 ലക്ഷം കിലോമീറ്റർ വരെയാണ് കൊറോണയുടെ മെയിൻ ആയിട്ടുള്ള ഭാഗം. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വന്ന് അത് അവസാനം സോളാർ വിൻഡ് അഥവാ സൗരക്കാറ്റായി മാറും. ആ സൗരക്കാറ്റാണ് ഭൂമിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും നേരെ വീശുന്നത്. നമ്മൾ നേരത്തെ സൂര്യൻ്റെ കോറിൽ നിന്നും അകലും തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടത്. ചൂടിൻ്റെ ഒഴുക്കിൻ്റെ ഡയറക്ഷനുമായിട്ട് ഇത് മാച്ച് ആകുന്നുണ്ട്. എന്നാൽ വെറും 5500 ഡിഗ്രി സെൽഷ്യസ് മാത്രം ചൂടുള്ള ഫോട്ടോസ്ഫിയറിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ചൂട് മൂലം കൊറോണയ്ക്ക് എങ്ങനെ 20 ലക്ഷം ഡിഗ്രി ടെമ്പറേച്ചർ വരുന്നു എന്നതാണ് നമുക്ക് ഇനിയും മനസ്സിലാവാത്ത കാര്യം. ഇത് സംഭവിക്കാൻ കാരണമാകാവുന്ന ചില പ്രതിഭാസങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡും കൊറോണയിലെ ചാർജ്ഡ് അയോൺസുമായുള്ള ഇൻട്രാക്ഷൻ വഴിയായിരിക്കാം കൊറോണ ചൂട് പിടിക്കുന്നത് എന്നൊരാശയം നിലനിൽക്കുന്നുണ്ട്. സൂര്യനെക്കുറിച്ചുള്ള മുന്നത്തെ വീഡിയോയിൽ സോളാർ ഫ്ലെയറുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. സാധാരണ ഇത്തരത്തിലുള്ള വലിയ സോളാർ ഫ്ലെയറുകൾ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. എന്നാൽ സൂര്യൻ്റെ സർഫസിൽ സദാസമയവും ചെറിയ തോതിലുള്ള സോളാർ ഫ്ലെയർസ് സംഭവിക്കുന്നുണ്ടാകാം. അത്തരം ഫ്ലെയറുകളാകാം കൊറോണയെ ചൂടുപിടിപ്പിക്കുന്നത് എന്നൊരാശയവും നിലവിലുണ്ട്. പക്ഷേ ഇതൊക്കെ ഓരോ ഹൈപ്പോതെസിസുകൾ മാത്രമാണ്. അവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ്. അത് ശേഖരിക്കുക എന്നതാണ് പാർക്കർ പ്രോബിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതുകൂടാതെ സൂര്യൻ്റെ കൊറോണയിൽ നിന്നും പുറപ്പെടുന്ന സൗരക്കാറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നൊരു ലക്ഷ്യവും ഈ പേടകത്തിനുണ്ട്. ഇതുവഴി സൗരക്കാറ്റിനെ കുറിച്ച് പ്രഡിക്ഷൻസ് നടത്താനും അതുമൂലമുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കാനും കഴിയും. സൂര്യനിലേക്ക് ഒരു പേടകം അയക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സൂര്യൻ്റെ അതിഭയങ്കരമായ ചൂട് മാത്രമല്ല പ്രശ്നം. ഒരു പേടകത്തെ സൂര്യൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. നമ്മൾ സൗരയൂഥത്തിൻ്റെ പുറത്തേക്ക് വരെ പേടകങ്ങൾ എത്തിച്ചിട്ടുണ്ട്. പിന്നെ സൂര്യൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? സൂര്യന് അതിഭയങ്കരമായ ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് ഒരു പേടകത്തെ ബഹിരാകാശത്ത് വരെ ഒന്ന് എത്തിച്ചു കൊടുത്താൽ പോരെ, സൂര്യൻ തന്നെ അതിനെ സൂര്യനിലേക്ക് അടുപ്പിക്കില്ലേ എന്നാണ് പലരും ചിന്തിക്കുക. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരത്തിൻ്റെ 30 ഇരട്ടിയാണ് നെപ്റ്റ്യൂണിലേക്കുള്ള ദൂരം. എങ്കിൽ പോലും ഒരു പേടകത്തെ നെപ്റ്റ്യൂണിൻ്റെ അടുത്ത് എത്തിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സൂര്യൻ്റെ അടുത്ത് എത്തിക്കാൻ എന്നതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കാനായിട്ട് ആദ്യം ഭൂമി എന്തുകൊണ്ട് സൂര്യനിലേക്ക് വീഴുന്നില്ല എന്ന് ആലോചിക്കണം. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരം ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ആ ദൂരത്തിനെയാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. സൂര്യനിൽ നിന്നും ഇത്രയും ദൂരത്തിൽ സൂര്യനെ സ്റ്റേബിളായിട്ട് ഓർബിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വസ്തുവിന് 30 കിലോമീറ്റർ പെർ സെക്കൻഡ് ഓർബിറ്റൽ സ്പീഡ് ഉണ്ടായിരിക്കണം. ആ സ്പീഡ് ഭൂമിക്കുള്ളത് കൊണ്ടാണ് ഭൂമി സ്ഥിരമായിട്ട് സൂര്യനെ ഓർബിറ്റ് ചെയ്യുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ ഈ സ്പീഡ്, അതായത് 30 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന സ്പീഡ് ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഉണ്ടാവും. ആ സ്പീഡ് നഷ്ടപ്പെടുത്തിയാലേ ഭൂമിയിലുള്ള ഒരു വസ്തുവിന് സൂര്യനിലേക്ക് അടുക്കാൻ കഴിയൂ. അതായത് ഭൂമി സഞ്ചരിക്കുന്നതിന് എതിർദിശയിൽ ഏകദേശം 30 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു പേടകത്തെ വിക്ഷേപിച്ചാലേ
ആ പേടകത്തിൻ്റെ സൂര്യനെ അപേക്ഷിച്ചുള്ള സ്പീഡ് 0 ആവും. എന്നാൽ മാത്രമേ സൂര്യൻ്റെ ഗ്രാവിറ്റി മൂലം ആ പേടകം സൂര്യനിലേക്ക് വീഴൂ. റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇന്ന് വരെ ഒരു പേടകത്തെ 30 km/s വേഗതയിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഭൂമിയിൽ നിന്നും സൗരയൂഥത്തിൻ്റെ പുറത്തേക്ക് ഒരു പേടകം എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ പേടകത്തിനെ ഏകദേശം 13 km/s വേഗതയിലേക്ക് എത്തിച്ചാൽ മതി. കാരണം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെ നിൽക്കുന്ന ഒരു വസ്തുവിന് സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ട എസ്കേപ്പ് വെലോസിറ്റി 42 km/s ആണ്. എന്നാൽ ഭൂമിക്ക് ഓൾറെഡി 30 km/s സ്പീഡ് ഉണ്ട്. ഭൂമിയുടെ ആ സ്പീഡിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയുന്ന ഡയറക്ഷനിൽ ഒരു പേടകത്തെ വിക്ഷേപിക്കുകയാണെങ്കിൽ അതിനെ വെറും 13 km/s വേഗതയിൽ എത്തിച്ചാൽ അത് സൗരയൂഥത്തിന് പുറത്തേക്ക് പോകും. ഇന്നത്തെ നിലയ്ക്ക് ഒരു പേടകത്തെ ആ വേഗതയിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് ഒരു പേടകത്തെ സൗരയൂഥത്തിൻ്റെ പുറത്തെത്തിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സൂര്യൻ്റെ അടുത്ത് എത്തിക്കാൻ എന്ന് പറയാൻ കാരണം. പിന്നെ പാർക്കർ പ്രോബ് എങ്ങനെ അവിടെ വരെ എത്തിച്ചു എന്നല്ലേ, അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വസ്തു ഫ്രീ ഫോൾ ആയിട്ട് സൂര്യനിലേക്ക് വീഴണമെങ്കിൽ അതിനെ ഭൂമിയുടെ എതിർദിശയിൽ 30 km/s വേഗതയിൽ വിക്ഷേപിക്കണം. പക്ഷേ പാർക്കർ പ്രോബ് സൂര്യനിലേക്ക് വീഴുകയല്ല നമുക്ക് വേണ്ടത്. അത് സൂര്യൻ്റെ വളരെ അടുത്തുകൂടെ സൂര്യനെ ഓർബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. പടിപടിയായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഭൂമി സൂര്യനെ കറങ്ങുന്ന ഓർബിറ്റിനേക്കാൾ ചെറിയ ഒരു ഓർബിറ്റിലേക്ക് പാർക്കർ പ്രോബിനെ എത്തിച്ചു. ആ ഓർബിറ്റിലേക്ക് അതിനെ എത്തിക്കാൻ ഇന്നുള്ള റോക്കറ്റുകൾക്ക് കഴിയും. ആ ഓർബിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. അതിലൂടെ സഞ്ചരിക്കുമ്പോൾ പാർക്കർ പ്രോബ് പലപ്പോഴും വീനസ് അഥവാ ശുക്രൻ്റെ ഓർബിറ്റിനെ ക്രോസ് ചെയ്യും. വീനസിൻ്റെ അടുത്തുകൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ വീനസിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ച് പേടകത്തിൻ്റെ സ്പീഡ് കുറയ്ക്കും. ഗ്രാവിറ്റി അസിസ്റ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. സാധാരണ സൗരയൂഥത്തിന് പുറത്തേക്ക് വിടുന്ന പേടകങ്ങളുടെ സ്പീഡ് കൂട്ടാൻ ജൂപ്പിറ്ററിൻ്റെയും സാറ്റേണിൻ്റെയും ഗ്രാവിറ്റി അസിസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പാർക്കർ പ്രോബിൻ്റെ കാര്യത്തിൽ പേടകത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയാണ് വീനസിൻ്റെ ഗ്രാവിറ്റി അസിസ്റ്റ് ഉപയോഗിക്കുന്നത്. വീനസിൻ്റെ മാസ് ജൂപ്പിറ്ററിനെ അപേക്ഷിച്ച് കുറവായതുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന ഗ്രാവിറ്റി അസിസ്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പലതവണ വീനസിൻ്റെ അടുത്തുകൂടെ കടന്നു പോയിട്ടാണ് ആവശ്യമായ ഗ്രാവിറ്റി അസിസ്റ്റ് എടുക്കാൻ പാർക്കർ പ്രോബിന് കഴിഞ്ഞത്. ഓരോ തവണ പോകുമ്പോഴും പേടകത്തിൻ്റെ സ്പീഡ് കുറച്ചൊന്ന് കുറയും. അപ്പോൾ അത് കുറേ കൂടി സൂര്യനോട് അടുക്കും. അങ്ങനെ 7 തവണ വീനസ് ഫ്ലൈ ബൈ നടത്തിയിട്ടാണ് പാർക്കർ പ്രോബിൻ്റെ ഓർബിറ്റിൻ്റെ വലിപ്പം സൂര്യൻ്റെ അടുത്തെത്താൻ പാകത്തിന് കുറയ്ക്കാൻ കഴിഞ്ഞത്. അപ്പോഴും അതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ തന്നെയാണ് സൂര്യനെ കറങ്ങുന്നത്. ആ ഓർബിറ്റിൻ്റെ ഒരു ഭാഗം സൂര്യനോട് വളരെ അടുത്തും മറ്റേ ഭാഗം സൂര്യനിൽ നിന്നും വളരെ ദൂരെയുമാണുള്ളത്. ഈ ഓർബിറ്റിൻ്റെ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഭാഗത്തിനെ പെരിഹീലിയൻ എന്നും ഏറ്റവും ദൂരെയുള്ള ഭാഗത്തിനെ അപ്ഹീലിയൻ എന്നുമാണ് വിളിക്കുക. പാർക്കർ പ്രോബിൻ്റെ പെരിലിയൻ സൂര്യൻ്റെ കൊറോണയുടെ ഉള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. സൂര്യൻ്റെ ഡയമീറ്റർ 14 ലക്ഷം കിലോമീറ്റർ ആണ്. ഇക്കഴിഞ്ഞ ഡിസംബർ 24 പാർക്കർ പ്രോബ് സൂര്യൻ്റെ 60 ലക്ഷം കിലോമീറ്റർ അടുത്ത് വരെ എത്തി. അതായത് കഷ്ടിച്ച് 4 സോളാർ ഡയാമീറ്റർ ദൂരത്തിൽ വരെ എത്തി എന്നർത്ഥം. ഒരു മനുഷ്യനിർമ്മിത വസ്തുവും സൂര്യൻ്റെ ഇത്രയും അടുത്തുകൂടെ ഇന്ന് വരെ കടന്നു പോയിട്ടില്ല. സൗരയൂഥത്തിലെ ആദ്യത്തെ 3 ഗ്രഹങ്ങളുടെ സൂര്യനുമായുള്ള ആപേക്ഷികമായ സ്ഥാനവും പാർക്കർ പ്രോബ് എത്തിയ ദൂരവുമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സ്കെയിലിൽ നോക്കിയാൽ പാർക്കർ പ്രോബ് ഓൾമോസ്റ്റ് സൂര്യനെ തൊട്ടു എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് സൂര്യൻ്റെ അതിഭയങ്കരമായ ചൂടിനെ പാർക്കർ പ്രോബ് എങ്ങനെ അതിജീവിച്ചു എന്നുള്ളതാണ്. അതും 20 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള കൊറോണയിലൂടെ എങ്ങനെ കടന്നുപോയി. അവിടെയാണ് ടെമ്പറേച്ചർ അഥവാ താപനിലയും ചൂടും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കപ്പ് തിളച്ച വെള്ളം നമ്മുടെ മേലിൽ തട്ടിപ്പോയാൽ നമുക്ക് നല്ല പോലെ പൊള്ളലേൽക്കും. ആ കപ്പിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ അതേസമയം തന്നെ കത്തി മൂർച്ച കൂട്ടുമ്പോഴുണ്ടാകുന്ന തീപ്പൊരി കണ്ടിട്ടില്ലേ, അതിൻ്റെ ടെമ്പറേച്ചർ 700 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരും. എങ്കിലും അതിലെ ഒരു തരി നമ്മുടെ മേലെ വീണാലൊന്നും നമുക്ക് പൊള്ളില്ല. കാരണം എന്താ, ഈ ഇരുമ്പ് തരിക്ക് 700 ഡിഗ്രി താപനില ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതിൻ്റെ വലിപ്പം തീരെ ചെറുതായതുകൊണ്ട് അതിലടങ്ങിയിരിക്കുന്ന ചൂട് അഥവാ ഹീറ്റ് എനർജിയുടെ അളവ് വളരെ കുറവാണ്. അത് വന്ന് വീഴുന്ന സ്ഥലത്തെ കോശങ്ങളിലേക്ക് ആ ചൂട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ താപനില പെട്ടെന്ന് തന്നെ കുറയും. ആ കോശങ്ങൾക്ക് പൊള്ളലേൽപ്പിക്കാൻ മാത്രം ഊർജം ആ ഇരുമ്പ് തരിയിലില്ല. എന്നാൽ നേരെ മറിച്ച് കപ്പിലുള്ള തിളച്ച വെള്ളത്തിൻ്റെ താപനില 100 ഡിഗ്രിയേ ഉള്ളൂ എങ്കിലും വെള്ളത്തിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ട് അതിലടങ്ങിയിരിക്കുന്ന ചൂടിൻ്റെ അഥവാ ഹീറ്റ് എനർജിയുടെ ടോട്ടൽ അളവ് കൂടുതലാണ്.
നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോയാലും അതിൻ്റെ ടെമ്പറേച്ചർ കാര്യമായിട്ട് കുറയില്ല. അതുകൊണ്ടാണ് നമുക്ക് പൊള്ളലേൽക്കുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ താപനില എത്രയാണ് എന്നുള്ളതിനേക്കാൾ അതിലടങ്ങിയിരിക്കുന്ന ചൂടിൻ്റെ ടോട്ടൽ അളവ് എത്രയുണ്ട് എന്നതിനാണ് പ്രസക്തി. സൂര്യൻ്റെ കൊറോണയിലുള്ള ഓരോ പദാർത്ഥ കണികയുടെയും ടെമ്പറേച്ചർ 20 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അവിടെയുള്ള പദാർത്ഥ കണികകളുടെ എണ്ണം വളരെ കുറവാണ്. ഭൂമിക്ക് ചുറ്റും സാറ്റലൈറ്റുകൾ കറങ്ങുന്ന ഏരിയയെ ബഹിരാകാശം എന്നാണ് നമ്മൾ വിളിക്കാറ്. സത്യത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ വളരെ നേർത്ത ഒരു അംശം സാറ്റലൈറ്റുകൾ കറങ്ങുന്ന ഏരിയയിലുണ്ട്. പക്ഷേ അവിടുത്തെ അന്തരീക്ഷം വളരെ വളരെ നേർത്തതായതുകൊണ്ട് അവിടെ ശൂന്യമാണ്, അഥവാ വാക്വമാണ് എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. സൂര്യൻ്റെ കൊറോണയിലെ പദാർത്ഥ കണികകളുടെ ഡെൻസിറ്റി അതിലും കുറവാണ്. അതായത് ഭൂമിക്ക് ചുറ്റും സാറ്റലൈറ്റുകൾ കറങ്ങുന്ന ഏരിയയിൽ 1 മീറ്റർ ക്യൂബിനകത്ത് എത്ര പദാർത്ഥ കണികകളുണ്ടോ അതിലും ഒരുപാട് കുറവാണ് സൂര്യൻ്റെ കൊറോണയിലുള്ളത്. അതുകൊണ്ട് ഓരോ കണികയ്ക്കും 20 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിലും കണികകളുടെ എണ്ണം മൊത്തത്തിൽ കുറവായതുകൊണ്ട് അവയിലടങ്ങിയിരിക്കുന്ന ഹീറ്റ് എനർജിയുടെ ടോട്ടൽ അളവ് കുറവാണ്. സൂര്യനിൽ നിന്നുള്ള നേരിട്ടുള്ള റേഡിയേഷൻ ഷീൽഡ് ചെയ്താൽ ഈ പറയുന്ന 20 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള കൊറോണയിൽ നമുക്കും ചെന്ന് നിൽക്കാം. ഈ ചൂട് നമുക്ക് അനുഭവപ്പെടില്ല. പക്ഷേ സൂര്യനിൽ നിന്നും വരുന്ന നേരിട്ടുള്ള റേഡിയേഷൻ അത് ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ്. പാർക്കർ പ്രോബ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയാണ്, അല്ലാതെ കൊറോണയുടെ 20 ലക്ഷം ഡിഗ്രി ടെമ്പറേച്ചർ അല്ല. സൂര്യനിൽ നിന്നുള്ള റേഡിയേഷൻ മൂലമുള്ള ചൂട് തടയാൻ പാർക്കർ പ്രോബ് ഉപയോഗിച്ചത് 4 ഇഞ്ച് തിക്നെസ് ഉള്ള ഒരു ഹീറ്റ് ഷീൽഡാണ്. കാർബൺ കോമ്പോസിറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ അകംവശം മുഴുവനും സ്പോഞ്ചിൻ്റെ ഉള്ളിലുള്ളതുപോലെ പോറസ് ആണ്. ഈ ഷീൽഡിൻ്റെ സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗം റേഡിയേഷൻ റിഫ്ലക്റ്റ് ചെയ്യാൻ സെറാമിക് മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. സൂര്യനിൽ നിന്നുള്ള മാക്സിമം റേഡിയേഷൻ ഈ കോട്ടിങ് റിഫ്ലക്റ്റ് ചെയ്യും. അത് കഴിഞ്ഞുള്ള ചൂടിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഈ 4 ഇഞ്ച് തിക്നെസ് ഉള്ള ഷീൽഡ് കടന്ന് ഇപ്പുറത്തേക്ക് എത്തുള്ളൂ. പേടകത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും ഈ ഷീൽഡിൻ്റെ നിഴലിലാണുള്ളത്. സൂര്യൻ്റെ അടുത്തുകൂടെ കടന്നു പോകുന്ന സമയത്ത് പേടകത്തിൻ്റെ സോളാർ പാനൽസ് പോലും ഷീൽഡിൻ്റെ പിറകിലേക്ക് മടക്കി വയ്ക്കും. സയൻസ് എക്സ്പെരിമെൻറ്റ്സ് നടത്താൻ ആവശ്യമായ ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രമേ ഈ ഷീൽഡിൻ്റെ വെളിയിലേക്ക് തള്ളി നിൽക്കുന്നുണ്ടാവൂ. ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉയർന്ന ചൂട് താങ്ങാൻ പ്രത്യേകം ഡിസൈൻഡാണ്. പാർക്കർ പ്രോബ് സൂര്യൻ്റെ അടുത്തുകൂടെ കടന്നു പോകുന്ന സമയത്ത് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് അതിൻ്റെ ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റ് സഹായകരമാവുന്നത്. ഈ പേടകം ഒരു തവണ സൂര്യനെ ഓർബിറ്റ് ചെയ്യാൻ എടുക്കുന്നത് 88 ദിവസമാണ്. അതിൽ 12 ദിവസം മാത്രമേ അത് സൂര്യൻ്റെ അടുത്ത് കൂടെ കടന്നു പോകൂ. ബാക്കിയുള്ള 76 ദിവസങ്ങളും അത് സൂര്യനിൽ നിന്നും അകലെയാണ് സഞ്ചരിക്കുക. സൂര്യനെ അടുത്തുകൂടെ കടന്നു പോകുന്ന സമയത്ത് സൂര്യനെക്കുറിച്ചും കൊറോണയെക്കുറിച്ചുമുള്ള മാക്സിമം ഡാറ്റ കളക്ട് ചെയ്യും. സൂര്യനിൽ നിന്നും അകന്ന് സഞ്ചരിക്കുന്ന സമയത്ത് ആ ഡാറ്റ മുഴുവനും ഭൂമിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഒപ്പം സൂര്യൻ്റെ അടുത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ അക്യുമുലേറ്റ് ആയ അധിക ചൂട് ബഹിരാകാശത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് കളയും. എന്നിട്ട് അടുത്ത ഒരു ക്ലോസ് അപ്രോച്ചിനായിട്ട് പ്രിപ്പയർ ചെയ്യും. അതാണ് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ ഒരു പ്രത്യേകത. ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത പേടകത്തിൻ്റെ സ്പീഡാണ്. പേടകം സൂര്യനിൽ നിന്നും ഏറ്റവും ദൂരത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് വെറും 12 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. അതായത് ഭൂമിയുടെ 30 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗതയേക്കാൾ വളരെ കുറവ്. എന്നാൽ അത് സൂര്യൻ്റെ തൊട്ടടുത്ത് കൂടെ കടന്നു പോകുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് 195 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. നമ്മൾ സാധാരണ വണ്ടികളുടെയൊക്കെ സ്പീഡ് പറയുന്ന കിലോമീറ്റർ പെർ അവർ എന്ന യൂണിറ്റിൽ പറയുകയാണെങ്കിൽ 7 ലക്ഷം കിലോമീറ്റർ പെർ അവറായത്. ഒരു മനുഷ്യനിർമ്മിത വാഹനം ഇന്ന് വരെ സഞ്ചരിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സ്പീഡായി അത്. പക്ഷേ അതിന് ഈ സ്പീഡിലേക്ക് എത്തിച്ചത് നമ്മുടെ റോക്കറ്റ് എഞ്ചിനുകളല്ല, മറിച്ച് സൂര്യൻ്റെ ഗ്രാവിറ്റിയാണ്. 2025 പകുതി വരെയാണ് പാർക്കർ പ്രോബിൻ്റെ കാലാവധിയായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ അതിൽ കൂടുതൽ ലൈഫ് അതിന് കിട്ടിയേക്കാം. പക്ഷേ ഇപ്പോൾ പോയതിൽ വിട്ട് സൂര്യനോട് കൂടുതൽ അടുക്കാൻ അതിനി കഴിയില്ല. കാരണം ഓൾറെഡി അതിൻ്റെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് പൂർണ്ണമായും വീനസിൻ്റെ ഓർബിറ്റിൻ്റെ ഉള്ളിലായി കഴിഞ്ഞു. ഇനി ഗ്രാവിറ്റി അസിസ്റ്റ് ഉപയോഗിച്ച് സ്പീഡ് കുറയ്ക്കാൻ കഴിയില്ല. പാർക്കർ പ്രോബിൽ നിന്നും ഓൾറെഡി ഒരുപാട് ഡാറ്റ ശാസ്ത്രജ്ഞർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ചില വിവരങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. എങ്കിലും മേജറായിട്ടുള്ള പഠനഫലങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അതുകൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ പുതുതായി കണ്ടെത്തി എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല.
അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക്